ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡൂസ് വിസിറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബാംഗ്ലൂർ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മോൾ ആദ്യക്കുട്ടീൻ്റെ ചോറൂണ് ഞങ്ങൾ ബാംഗ്ലൂരിലെ HAL അയ്യപ്പ ടെമ്പിളിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തെ നടന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണിത്. ഞാനും ഏട്ടനും മോളും പിന്നെ എൻ്റെ അമ്മയും അനിയത്തിയും അനിയത്തീൻ്റെ വാവയും ഞങ്ങൾ ഇത്രയും പേരാണ് ആദ്യം പോകുന്നത്. പിന്നെ ഞങ്ങളൊരു 2-3 ദിവസം മുന്നേ പോകുന്നുണ്ട്. ഏട്ടനും ഓഫീസിൽ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും ആ ചോറൂണിൻ്റെ ഡേറ്റിൻ്റെ അന്ന് അവിടെ വരും എന്നാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ നമ്മൾ പേരാമ്പ്രയിൽ നിന്നാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറ്റ്യാടി മാനന്തവാടി റൂട്ടാണ് എടുത്തത്. താമരശ്ശേരി ചുരം വഴിയല്ല കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് ബത്തേരിയിലുള്ള വിൽട്ടൺ ഹോട്ടലിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വെള്ളയപ്പം, പത്തിരി, പൂരി ബാജി. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. എസ്പെഷ്യലി പൊറോട്ട നല്ല അടിപൊളി പൊറോട്ടയായിരുന്നു. അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിനേക്കാൾ ഇഷ്ടം അവരുടെ സർവീസാണ്. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം വീണ്ടും അവിടെ പോയി കഴിക്കാനുള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല, അതിനേക്കാട്ടുപരി അവരുടെ ഒരു വെൽക്കമിങ് രീതിയുണ്ട്. അപ്പോൾ അത് അടിപൊളിയാണ്. നമ്മൾ മാനന്തവാടി റൂട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ചുരത്തിലൊന്നും കിട്ടിയിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് പോയി എല്ലാം. താമരശ്ശേരി ചുരം വഴി വരുമ്പോൾ നമുക്കറിയാം, ഇപ്പം ട്രാഫിക് ആയിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് കൂടിയും കഴിഞ്ഞാൽ തന്നെ നമുക്ക് കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ കാഴ്ചകൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭംഗി തോന്നുക നമുക്ക് താമരശ്ശേരി ചുരമാണ്. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് അതാണ് കേട്ടോ. ഇതുവഴി പോകുമ്പം കാഴ്ചകളില്ല എന്നല്ല, പക്ഷേ കുറച്ചും കൂടി എനിക്കൊരു എന്താ പറയുക, കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടുന്നത് താമരശ്ശേരി ചുരം വഴി പോകുമ്പോഴാണ്. പക്ഷേ യാത്ര ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഈ ഒരു റൂട്ടാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പം ഉച്ചയൊക്കെ കഴിഞ്ഞു, ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ടായിരുന്നു. കാരണം 2 മക്കളുണ്ട്, ചെറിയ മക്കളാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അവരെ ഫീഡ് ചെയ്യാനൊക്കെ ഉള്ള സമയം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് ലഞ്ചിൻ്റെ ടൈമിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈവനിങ് ആയി ലഞ്ച് കഴിച്ചപ്പം. അപ്പോൾ നമ്മൾ കയറിയത് മേഘ്ന ഫുഡ്സിലാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ മേഘ്ന സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തു. അത് നമ്മുടെ ഫേവറേറ്റ് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പം ചായ കുടിക്കാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാണെങ്കിലും നമ്മൾ ബാംഗ്ലൂർ നിന്ന സമയത്ത് നമ്മൾ പോയി കഴിച്ച നമ്മളെ കുറച്ച് ഫേവറേറ്റ് ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ പോയി മോമോസും ചൗമീനും ഒക്കെ ട്രൈ ചെയ്തു. അപ്പോൾ അങ്ങനെ അന്നത്തെ ഡേ നമ്മൾ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫുൾ ഓൺ ഫുഡ് അടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഏട്ടൻ ഓഫീസിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ രാവിലെ ഓഫീസിലേക്ക് പോയി. ഞങ്ങളന്ന് ഒരു ഹോം മെയ്ഡ് പാസ്തയൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ അതൊക്കെയായിരുന്നു സെക്കൻഡ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ ചോറുണ്ടെന്ന് രാവിലെ നമ്മുടെ പാരൻസൊക്കെ എത്തി. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു പോയത്. അതിനുശേഷം വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ ഫ്രഷപ്പായി നേരെ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് HAL അയ്യപ്പ ടെമ്പിളിലേക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ നമുക്ക് ബാംഗ്ലൂർ പൊതുവേ നമ്മൾ കിലോമീറ്റർ എത്രയെന്നുള്ള രൂപത്തിലല്ല നമ്മളെല്ലാവരും സംസാരിക്കുക, എത്ര സമയം എടുക്കും എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ചില സമയം നമ്മൾ എന്താ പറയുക, വളരെ കുറഞ്ഞ ആ ഒരു 20 കിലോമീറ്ററിൻ്റെ ടൈമിൽ തന്നെ നമ്മളെത്തും. ചിലപ്പോൾ അതിൽ കൂടുതലാവും. ഇതൊക്കെ ട്രാഫിക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്.
അപ്പോൾ നമ്മൾ മാർത്തഹള്ളി ആ റൂട്ട് വഴിയാണ് പോവുക. അപ്പോൾ നമ്മളുടെ താമസിക്കുന്നിടത്ത് നമ്മൾ കാർമലാരം വഴി ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോവുക. ഒരു IT പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ മാർത്തഹള്ളി ചെന്ന് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ട്രാഫിക് വരുന്ന സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഒഴിവായിട്ട് പോരാം. അപ്പോൾ നമ്മൾ ചോറൂണ് പോകുന്ന ഈ അമ്പലം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ HAL കേരള സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളീസാണ് കൂടുതലായിട്ട് ഇവിടെ വരാറ്. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് 2 വേറെ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൂണിന് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ അമ്പലത്തിൽ നമുക്ക് പറ്റുന്ന ഡേറ്റിൽ അവിടെ ചോറൂണ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ മുൻകൂട്ടി അവരോട് വിളിച്ചിട്ട് ചോദിക്കണം. അവരവിടെ ഇന്ന നാളിൽ പറ്റില്ല, അങ്ങനെ അവർക്ക് ഓരോ ദിവസങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം അതായതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പൊരു ഡേറ്റ് പറഞ്ഞപ്പം അന്ന് അവർക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് കൂടി കംഫർട്ടബിളായൊരു ഡേറ്റും നമുക്ക് ഓക്കെ ആയ ഡേറ്റും നോക്കിയിട്ടാണ് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെയും എന്താ പറയുക, നമ്മുടെ ശബരിമലയിൽ ചെയ്യുന്ന പോലെ തന്നെ രാത്രി അമ്പലം നട അടയ്ക്കുന്നത് ഹരിവരാസനം പാട്ട് വെച്ചതിന് ശേഷമാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങൾ രാത്രി അങ്ങനെ പോകാറുണ്ടായിരുന്നു. നട അടച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വരാറ്. അതൊരു വേറൊരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്പൂരി വന്നു. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ ചെയ്തു തന്നു. നമ്പൂരി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മുടെ മോളുടെ ചോറൂണ് ഏകദേശം കഴിഞ്ഞു. എല്ലാവരും ചോറ് വാരിക്കൊടുത്തു. എല്ലാ ചടങ്ങുകളെല്ലാം നല്ല ഭംഗിയായി തന്നെ കഴിഞ്ഞു. ഇവിടെ മണ്ഡലകാല സമയത്തൊക്കെ ഒരുപാട് ഭജൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങളുടെ യാത്ര നല്ല അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.